ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്ന് വേറൊരു യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ പേര് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ജസ്റ്റ് നോക്കാം. എന്താണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിനുള്ള ഉദ്ദേശം. ഈസ് ആൾസോ നമ്മളിപ്പോൾ ഒരു ലെങ്തി ചാപ്റ്റർ ഇല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കുറേ ഡിസ്കഷൻ ചെയ്തല്ലോ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പഠിച്ചു. സോ ഈ പഠിച്ചിട്ടുള്ളതൊക്കെ ഒരു വലിയ ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ എക്സാമിനേഷൻ ഉള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് ഫോർ TNS. ഇതെന്തുള്ളതാണ്? നമ്മുടെ ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ വൺ ഓഫ് ദി ചോദിക്കുന്ന ഏരിയ. അപ്പോൾ അതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ. പിന്നെ നമ്മൾ അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും വിചാരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അത്യാവശ്യം നമ്മളതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് എൻട്രീസ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോണ്ട് വറി. ഇനി നമ്മളിപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു ചാപ്റ്ററിലൂടെയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്താണ് മീനിങ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തായിട്ട് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, സെയിം മീനിങ് ആൻഡ് നീഡിങ് ഓഫ് പ്രിപ്പയറിംഗ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സോ നമ്മളിങ്ങനെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾസ് ആണ് സ്കൂളുകൾ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ആണ് പല പല ക്ലബ്ബുകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ്. സിമ്പിളായിട്ട് പറയാൻ എങ്ങനെയാണ്, പ്രോഫിറ്റ് മെയിൻ പേർപ്പസ് അല്ലാതെ നമ്മളെല്ലാം ബിസിനസ് എന്തിനാണ് നടത്തുന്നത്? പൈസക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലതൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ സപ്പോസ് സ്കൂൾ നടത്തുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല റൺ ചെയ്യുന്നത്, സ്കൂൾ റൺ ചെയ്യുന്നത്, അതിന് പ്രോഫിറ്റ് ഒന്നും അങ്ങനെ എടുക്കാനും പാടില്ല. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പഠിച്ചുള്ളതിനൊക്കെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് എല്ലാം ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് വേറൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്യുന്നത്. സോ അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഐഡന്റിഫൈഡ് ഐറ്റംസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്, പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്. എങ്ങനെയാണ് അത് ഇവിടെ നമ്മൾ റെസിപ്റ്റ്സ് പേയ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ്സ് പേയ്മെന്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ, അങ്ങനെ കുറച്ച് തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഷോർട്ടായിട്ട് എന്ത് പറയാൻ പറ്റും? NPOs എന്ന് പറയുന്നത്. ഈ എപ്പോഴും ഈ എന്താ പറയുക, ഫുൾ പേര് പറയേണ്ട ആവശ്യമില്ല. നോട്ട് ഫോർ എന്താ പറയുക, NPOs എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്താ? യു ഹാവ് മസ്റ്റ് അക്രോസ് ദ ഓർഗനൈസേഷൻ വിച്ച് ആർ നോട്ട് എൻഗേജ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാത്ത നിങ്ങൾ ഒരുപാട് ഓർഗനൈസേഷൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദർ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് മേക്ക് പ്രോഫിറ്റ് ടു പ്രൊവൈഡ് സർവീസ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സച്ച് ഓർഗനൈസേഷൻ സ്കൂള്, ഹോസ്പിറ്റൽ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ വെൽഫെയർ അസോസിയേഷൻ, ക്ലബ്ബ്, ലൈബ്രറീസ്. അല്ലെ, ലൈബ്രറി ഒക്കെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ല. അതാ നാട്ടിലെ ആളുകൾക്ക് ഒരു ഹെൽപ്പ് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾക്ക് എന്താ പറയുക, ഒരു ചാരിറ്റി എന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ ബിസിനസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. ഇവർക്കും ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ തട്ടിപ്പ് അടക്കാൻ ചോദിച്ചിട്ടുണ്ട്, ടാക്സ് ഒക്കെ വെട്ടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധം. സോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതും അക്കൗണ്ട് ചെയ്യൽ നിർബന്ധം. ഓക്കെ, ദീസ് ആർ കോൾഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സ്കൂളിൽ, ഈ ഹോസ്പിറ്റലിൽ, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബിസിനസ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത് പറയുന്ന പേരാണ് നമ്മുടെ NPOs. Their main sources of income is membership. എടാ ഇതിന്റെ മെയിൻ ഒരു ദിവസം മെമ്പേഴ്സ് ഉണ്ടാവും. ഒരു സപ്പോസ് ഒരു ക്ലബ്ബാണ് വിചാരിക്കുക. ഒരു ക്ലബ്ബിൽ ചോദിക്കാൻ അവിടെ ഇപ്പോൾ ലൈബ്രറി ആണ് വിചാരിക്കുന്നത്. ക്ലബ്ബിലൊക്കെ അവിടെ ഒരു മെമ്പർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസം മാസം ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ മാസം മാസം ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും, 10-15 രൂപ.
പക്ഷെ അത് കുറേ ആൾക്കാരാകുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഡൊണേഷൻസ് അല്ലേ, അതുപോലെ തന്നെ നോക്കണം പല 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 പൈസക്കാരും അവർക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർ അവരൊക്കെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഗ്രാൻഡിൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, പല പല ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോ സ്കീമുകൾ ഗവൺമെന്റ് എന്ത് ചെയ്യും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലൂടെ എന്താ വെച്ചാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിന്റെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആസ് ദ മണി ഈസ് ഇൻവോൾവ് ഇൻ ദീസ് ആക്ടിവിറ്റീസ്, ദീസ് ഓർഗനൈസേഷൻ ഓൾസോ മെയിൻറ്റെയിൻ അക്കൗണ്ട്. ഈ പൈസ ഇതിലൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. Their organization prepares certain statements to certain the result of a financial activities of a particular period. ഓക്കെ. അതായത് സാധാരണ ഇവരും വർഷത്തിൽ എന്ത് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, പല പല സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനെയല്ല, പല പല സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വഴിയെ പഠിക്കും. സോ അതൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ നോട്ട് പ്രോഫിറ്റ് NPOസിന്റെ എന്തൊക്കെയാണ് പ്രത്യേകത? ഓക്കെ. ഫസ്റ്റ് വൺ പറയുന്നതാണ് എന്ത് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് എ NPOs എന്ന് പറയുന്നത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, ദ ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ ഇസ് നോട്ട് മേക്ക് പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് സർവീസ് ടു മെമ്പേഴ്സ് ഓർ ടു സൊസൈറ്റി ഇൻ ജനറൽ. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മെമ്പേഴ്സിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യമല്ല. എന്താണ് ഇവര് മെമ്പേഴ്സിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ആ സൊസൈറ്റിക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഇത് ഇങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കലും എന്തല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമല്ല. ഓക്കെ. ഇനി രണ്ടാമത്തത്, ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദീസ് ഓർഗനൈസേഷൻ. ഇങ്ങനത്തെ ഓർഗനൈസേഷന്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈസ് നോട്ട് ഫ്രം ദ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ടോ അല്ല എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അഡ്മിഷൻ ഫീസ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞില്ലടാ, മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഡൊണേഷൻസ്, ഗ്രാൻഡ് എയ്ഡ്. This organization are managed by group of persons elected by the members and themselves. Group is called managing committee. ഇപ്പൊ നോക്കണ ലൈബ്രറി ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ലൈബ്രറീസ് ഒക്കെ ആണെങ്കിൽ അവരൊരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാവും. കാരണം ആ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ട്. അപ്പൊ അത് ആര് കണ്ടിട്ട് ഈ മാനേജേഴ്സ് തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർക്ക് ഒരു സാലറി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഈ മാനേജിങ് കമ്മിറ്റി. കാരണം അത് നടത്തിക്കൊണ്ടവർക്ക് അയാൾക്കും ജീവിക്കേണ്ടതാണ്. അങ്ങനെ അവർക്ക് സാലറീസ് ഒക്കെ വന്ന് ഫിക്സ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തിക്കൊണ്ടുവന്ന ആൾക്കാർ അവരായിരിക്കും നടത്തുന്നത്. ദേ ആൾസോ പ്രിപ്പയർ ദ അക്കൗണ്ട്സ് ഓഫ് ഫോളോയിങ് സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് സിസ്റ്റം ഓഫ് ഫോളോഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് വർ റൺ വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എയിം പ്രോഫിറ്റ്. ആൾസോ അക്കൗണ്ട്സ് അവരെന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും ഫോളോയിങ് ദ സെയിം കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറഞ്ഞുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെ and the system are followed business follows for the profit organization that are run with an objective to earn profit. ഓക്കെ. സെയിം ആസ് മറ്റുള്ളവരൊക്കെ ബിസിനസ്സിലൊക്കെ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇവരും എന്ത് ചെയ്യും, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ NPOs പ്രിപ്പയർഡ് ബൈ NPOs ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഒന്നാണ് റെസിപ്റ്റ്സ് ആൻഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇവിടെയും ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. എന്ത് നമ്മൾ എന്താ പറയാ, അതുപോലെയല്ല ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ല ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഉണ്ട്, രണ്ടിലും ബാലൻസ് ഷീറ്റ്, അവിടുത്തെ ബാലൻസ് ഷീറ്റ് തന്നെ ഇവിടുത്തെ ബാലൻസ് ഷീറ്റും. ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല. അതിന് പകരമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഇല്ല. അതിന് പകരമായിട്ടുള്ള രണ്ട് അക്കൗണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് അക്കൗണ്ട്. ഓക്കെ. അപ്പൊ ഈ അക്കൗണ്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കാര്യമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അപ്പൊ അതാണ് ഇവർ അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് മീനിങ് ആൻഡ് നീഡ്. എന്തിനാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നത് നമ്മൾ. സോ ഫസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്.
Like any other organization, എല്ലാ ഓർഗനൈസേഷൻ എൻഫിയോസിനും ഈസ് ഓൾസോ മെയിൻ ക്യാഷ് ബുക്ക് ടു റെക്കോർഡ് ക്യാഷ് ട്രാൻസാക്ഷൻ ഓൺ ഡേ ടു ഡേ ബേസ്. ഇവിടെ ഓരോ ഡേയ്സിലെയും എങ്ങനെയാണ് ക്യാഷ് ചിലവാക്കുന്നത്, ഒരുപാട് ചിലവുകൾ ആർക്കും ഉണ്ടാവും, ഇവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഡേ ടു ഡേ ബേസിസ് അവർക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ബട്ട് ദ എൻഡ് ഓഫ് ദ ഇയർ ദേ പ്രിപ്പയർ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദ ക്യാഷ്. അപ്പൊ നമ്മൾ നോക്കണം, മറ്റുള്ള ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് പോലെ ക്യാഷ് ബുക്ക് ആരും മെയിൻറ്റെയിൻ ചെയ്യും, ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ദിസ് സമ്മറി ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ അക്കൗണ്ടന്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഒന്നുമില്ല, ഇവിടെ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുറെ പൈസ ഇങ്ങോട്ട് വരുന്നു, കുറെ പൈസ അങ്ങോട്ട് പോകും. അതിന്റെ സമ്മറിയാണ് ഇത് ക്യാഷ് ബുക്ക്. അതിനെയാണ് നമ്മൾ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് ആർ റെക്കോർഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഇതിൽ ക്യാഷ് എത്ര ഇങ്ങോട്ട് വന്നു എന്നുള്ളതും എന്തൊക്കെയാണ് ഇവിടുന്ന് ചിലവായി, ക്യാഷ് പേയ്മെന്റ്, ക്യാഷ് റെസിപ്റ്റ് ആണ് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയത്, ക്യാഷ് പേയ്മെന്റ്സ് ആണ് ഇങ്ങോട്ട് കൊടുത്തത്, എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അക്കൗണ്ട്, ദീസ് ആർ ദ റവന്യൂ ഓർ നാച്ചുറൽ ക്യാപിറ്റൽസ്. ആസ് ഇറ്റ് അക്കൗണ്ട് ഇറ്റ് സോ ഹാസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. എല്ലാ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലുള്ള പോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെ ഒരുപോലെ തന്നെ. ആൾ റെസിപ്റ്റ്സ് ആർ ഇൻ ദ ഓൺ ദ ഡെബിറ്റ് സൈഡ്. എല്ലാ റെസിപ്റ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓൺ ഇറ്റ്സ് ഡെബിറ്റ് സൈഡിലാണ്. കാരണം ഡെബിറ്റ് സൈഡിലാണ് അസറ്റ് ആണ്, ക്യാഷ് കിട്ടുക എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. While the all payments are shown in the credit side. Payments ഒക്കെ നമ്മളിവിടെ കാണിക്കുക credit side ആണ് കാണിക്കുക. Okay. The closing balance of this account is cash in hand or cash at bank അല്ലെങ്കിൽ overdraft. Which items are recorded under the suitable head. നമ്മൾ സാധാരണ പോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ട്സ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച 3 ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ഒക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫോളോയിങ് ആസ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. താഴെ പറയുന്നതാണ് എന്ത് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്, അതായത് റെസിപ്റ്റ്സിന്റെയും പേയ്മെന്റ്സിന്റെയും മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയും. ഫസ്റ്റ് എന്താ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ടേക്കിംഗ് അറ്റ് ക്യാഷ് ബുക്ക്. ഇതെന്താണ്, ഒരു വർഷത്തിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ, ഒരു വർഷത്തിന്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞ മുകൾ പറഞ്ഞ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, it is summary of all cash transactions of a year put under various heads. ഇവിടെ പല പല ഹെഡിൽ പല പല ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, എല്ലാം നമ്മൾ ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കിട്ടും. ക്യാഷ് അക്കൗണ്ടിൽ വരും. പിന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇതെല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യും വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഇയർ, ആ ഒരു വർഷത്തിൽ വന്നത്, കൺസേൺഡ് ഇറസ്പെക്റ്റീവ് ഓഫ് പീരിയഡ് ദേ റിലേറ്റഡ്. അതായത് ഇവിടെ നമ്മളൊരു പീരിയോഡിക് സിസ്റ്റം, ഈ വർഷത്തിലെ എന്നല്ല, അടുത്ത വർഷത്തിലെ ക്യാഷ് ഇപ്പോൾ കിട്ടിയാലും നമ്മളത് എവിടെ തന്നെ റെക്കോർഡ് ചെയ്യും. എന്താ പറയുക, നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ അടുത്ത വർഷത്തെ എന്തെങ്കിലും നേരത്തെ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യും, ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യും. ഇറ്റ് റെക്കോർഡ് ക്യാഷ് ട്രാൻസാക്ഷൻ ബോത്ത് റവന്യൂ ആൻഡ് ക്യാഷ്. നമ്മളൊരു അസറ്റ് മേടിച്ചാലും നമ്മൾ എവിടെ തന്നെ അത് റെക്കോർഡ് ചെയ്യുക, ക്യാഷ് തന്നെ റെക്കോർഡ് ചെയ്യുക. ഇനി അത് റവന്യൂ ആണ്, നല്ല എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യും. സപ്പോസ് വലിയൊരു കാർ മേടിച്ചു, അതിന്റെ ട്രാൻസാക്ഷൻ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. എപ്പോഴും ഇതിന്റെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഒരു ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ക്യാഷ് ആ ഒരു ഇയർ തുടങ്ങുമ്പോൾ എത്ര നമ്മൾക്ക് ക്യാഷ് ഉണ്ട്, അതാണ് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ആ വർഷം കഴിയുമ്പോൾ എത്ര രൂപ നമ്മൾ ക്യാഷ് ആയിട്ടുണ്ട്, അതാണ് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ്. എല്ലാം മനസ്സിലാവുന്നത്. നീഡ് ഫോർ പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ്, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ. ഇതുപോലെ നോക്കിയാൽ നമ്മുടെ ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. റെസിപ്റ്റ്സ് ഈ സൈഡ്, ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ്സ് എഴുതുക, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റ്സ് എഴുതുക. ഇവിടെ നമ്മുടെ ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് എന്ന് പറയുന്നതാണ് ഇത് എന്ത് ഉദ്ദേശിക്കുന്നത് ആണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. ക്യാഷ് ബാലൻസ് ഒരു 1000 രൂപ 1000 എഴുതും, ബാങ്കിൽ 2000 ഉണ്ടെങ്കിൽ 2000 എഴുതും. എത്രയാണ് ബാലൻസ്. എന്നിട്ട് നമ്മൾ താഴെ നോക്കിയ ഡൊണേഷൻ, നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ്സ്, അതായത് പൈസ ഇങ്ങോട്ട് വരും. ഏതിലൂടെയൊക്കെ വരും, ഡൊണേഷൻസ് കിട്ടാം, ലെഗസീസ് കിട്ടാം. ലെഗസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരാൾ മരിച്ചു, അയാൾ എഴുതി വെച്ച് പല പല സ്മാരകങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ സ്മാരകങ്ങളൊക്കെ എന്താ,
അവരുടെ മരണശേഷം അവരുടെ സ്വത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ലെഗസി. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരാൾ പറയണേ എൻ്റെ മരണശേഷം എൻ്റെ ബാങ്കിൽ ഇപ്പോൾ എത്ര ഒരു 5 ലക്ഷം രൂപ ഉണ്ട്, 5 ലക്ഷം ഞാൻ പറയുന്നത് ഇന്നൊരു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഇതിനാണ് ലെഗസി. നമുക്ക് കിട്ടുന്ന പൈസയാണ്. മെമ്പർഷിപ്പ് ഫീസ്, നമ്മളൊക്കെ മെമ്പേഴ്സിൻ്റെയൊക്കെ ഒന്ന് കളക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് അവർ എമൗണ്ട് എന്ത് ചെയ്യും കണക്കാക്കും. അങ്ങനെ എൻട്രൻസ് ഫീസ് നമുക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ മാസം ചിലപ്പോൾ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. സോ ലൈബ്രറി ആണെങ്കിൽ ഏതാണ്, സോ അതിൻ്റെ കാര്യങ്ങൾ. ഡൊണേഷൻസ് ആരെങ്കിലും സംഭാവന ചെയ്യും. ലോക്കേഴ്സ് റെന്റ്, അതുപോലെ തന്നെ ചില ലോക്കറൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ലോക്കറുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ലോക്കറിൻ്റെ എന്താ പറയുക അതിന് റെന്റ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. പിന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാലോ നമ്മളവിടെ ഇപ്പോൾ പഴയ ബുക്ക് എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് അസറ്റ്, പഴയ ടേബിൾ, അതൊക്കെ ഫിക്സഡ് അസറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തായിരിക്കും. ആ ഫിക്സഡ് അസറ്റ് എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നായിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ചിലവർക്ക് എന്തുണ്ടാവും, ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതുപോലെ ചാരിറ്റി ചെയ്യുന്നവർക്ക് അത് ചെയ്യാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ റെസീപ്റ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മിസ്സലേനിയസ് റെസീപ്റ്റ്സ്. ഇതല്ലാതെ വേറെ കുറേ റെസീപ്റ്റ്സുകൾ പലതരത്തിൽ പൈസ വരാൻ ചാൻസ്. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമുക്ക് പല പല മാസികകളുണ്ടാവും. ലൈബ്രറി ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ വിറ്റിയതിൻ്റെ പൈസ. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെ ചെയ്തു, ഡെബിറ്റ് സൈഡിൽ. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്, പർച്ചേസ് ഓഫ് അസറ്റ്സ്. നമ്മൾ എന്തെങ്കിലും അസറ്റ്, കാറോ, ഈ നമ്മുടെ ലൈബ്രറി NPOസിന് വേണ്ടിയിട്ട് കാറോ ബുക്കോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അവിടെ പല പ്രിൻറ്റേഴ്സും പല പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അത് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ, ചിലപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടി വരും, റിന്യൂ ചെയ്യും, അതിൻ്റെ എമൗണ്ട്. ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ മാഗസിൻ മിക്കവാറും വരുത്തുന്നുണ്ടാവും എല്ലാ NPOs, സോ അതിൻ്റെ പൈസ. റെന്റ് ആൻഡ് ടാക്സസ്, റെന്റ് ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും. ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും. മിക്ക കേസിലും ഒരുപാട് എന്താ പറയുക ഇളവുകൾ ഉള്ളതാണ് പോസ്റ്റേജ്, എന്തെങ്കിലും പോസ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൈസ പോയിട്ടുണ്ട്, ഇതൊക്കെ ചിലവാണ് കേട്ടോ. കൺവെയൻസ് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കൺവെയൻസിന് വേണ്ടിയിട്ടുള്ള ചിലവ്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ കൺവെയൻസ്. ഹോണറേറിയം എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ വെക്കില്ല, കൂടുതൽ പൈസ ഹോണറേറിയം, അതായത് സാലറി. ചാരിറ്റി എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി ഡൊണേഷൻസ് ചിലപ്പോൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് ഇൻഷുറൻസ് പ്രീമിയം, ചിലപ്പോൾ അത് ആ കമ്പനി ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ്. അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട്, അതുപോലെ ടെലിഫോൺ ചാർജ്. കീപ്പ് ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് കുറേ ചിലവുകളുണ്ട്. ടെലിഫോൺ ചാർജസ്. അപ്പോൾ നോക്കട്ടെ, ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. സപ്പോസ് നമ്മൾക്ക് ഒരു 10,000 രൂപ ഓപ്പണിംഗ് ഉണ്ടെന്ന് വിചാരിക്കും, ക്യാഷ് മാത്രമാണ് പറയുന്നത്. അതിൽ നമുക്ക് ഇത്രയും ഇതിലായിട്ട് പല പൈസ 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കും. നമ്മുടെ അടുത്ത് ആകെ എത്ര ഉണ്ട്, 10,000, 1 ലക്ഷം. അതിൽ ഇത്രയും ഇത് നമ്മൾ ചിലവഴിച്ചു, അതായത് സപ്പോസ് ഇത്രയും വന്ന് നമ്മൾ ചിലവഴിച്ചപ്പോൾ 80,000 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ 10,000 രൂപ നമ്മൾക്ക് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ വർഷത്തിലെ തുടക്കത്തിൽ. പ്ലസ് ഇതിലൊരു 1 ലക്ഷം രൂപ പല വരുമാനമായിട്ട് ഇത്രയും റെസീപ്റ്റ്സിൽ പല റെസീപ്റ്റ്സുകൾ നമ്മൾ പറഞ്ഞില്ല, അതിലൊരു 1 ലക്ഷം വന്നു. മൈനസ് 80,000 രൂപ നമ്മൾ പല രൂപത്തിൽ ചിലവാക്കുകയും ചെയ്തു. അപ്പോൾ നോക്കട്ടെ, ഇതിന് നെറ്റ് എഫക്റ്റ് എത്ര, 1 ലക്ഷം 10,000 കൂട്ടുമ്പോൾ 1,10,000 മൈനസ് 80,000 എത്ര വരും, 30,000 രൂപ. അതായത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്, ഇത് നമ്മുടെ ഒരു ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ്. ഇങ്ങനെയാണ് എന്താ പറയുക റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സബ്സ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് എ റെഗുലർ പേയ്മെൻറ്റ് ബൈ ദ മെമ്പേഴ്സ് ടു ഓർഗനൈസേഷൻ കൊടുക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. എൻട്രൻസ് ഫീസ് എന്താ പറഞ്ഞു, എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തരും പേഴ്സൺ അഡ്മിറ്റഡ് ആയിട്ട് മെമ്പർ, ഒരു മെമ്പറായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്.
ലൈഫ് മെമ്പർഷിപ്പ് ഈസ് ഈസി. ചിലപ്പോൾ ലൈഫ് ലോങ് മെമ്പർഷിപ്പ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി. പിന്നെ എൻഡോമെന്റ് ഫണ്ട്, അതെന്താ നോക്കുക, ഇസ് ഫണ്ട് വിച്ച് പ്രൊവൈഡ് പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട് ഫോർ ഓർഗനൈസേഷൻ. എനി കോൺട്രിബ്യൂഷൻ ടുവാർഡ് ദിസ് ഫണ്ട് ഈസ് ആൻ ഐറ്റം ഓഫ് ക്യാപിറ്റൽ റെസീപ്റ്റ്. എന്താണ് എൻവോൾവ്മെന്റ് ഫണ്ട് എന്നാണ്? ഇറ്റ് ഈസ് എ ഫണ്ട്, അതെന്താ ഒരു ഫണ്ടാണ് വിച്ച് പ്രൊവൈഡ് ദ പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട് ഫോർ ഓർഗനൈസേഷൻ. എപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ, അതായത് ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് പോലെ തന്നെയാണ് എന്ത് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഡൊണേഷൻസ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ എനി അതർ ബോഡി. പല പല ആൾക്കാരെ, ചിലപ്പോൾ കമ്പനി വൈസ്, ചിലപ്പോൾ ആളുകൾ ഡൊണേഷൻ ചെയ്യുന്ന സംഭാവന വരും, ചിലപ്പോൾ വേറെ ആരാണെന്നുണ്ടെങ്കിലും അത്. രണ്ട് തരം ഡൊണേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്പെസിഫിക് ഡൊണേഷൻ, രണ്ടാമത്തെ ജനറൽ ഡൊണേഷൻ. ദിസ് ഡൊണേഷൻ റിസീവ് a specific purpose. Examples of such donation for library, donation for building. ചില ആൾക്കാർ നോക്കുക സ്പെസിഫിക് ആയിട്ട് അതിന് മാത്രമേ ചിലവഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അത് നമുക്ക് തോന്നിയ പോലെ, ആളുകളുടെ പൈസയാണ്, അത് നമുക്ക് തോന്നിയ പോലെ നമുക്ക് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് നോക്കുന്നത് ലൈബ്രറി ആണെന്ന് വിചാരിക്കും. ലൈബ്രറിക്ക് വേണ്ടിയിട്ട് കൊടുക്കും, ആ ലൈബ്രറി മാത്രമേ ആ പൈസ അവകാശമുള്ളൂ, അല്ലെങ്കിൽ ലൈബ്രറിക്ക് മാത്രമേ അത് ആ പൈസ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സച്ച് ഡൊണേഷൻസ് ആർ കോൾഡ്, അങ്ങനത്തെ ഡൊണേഷൻസിന് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഡൊണേഷൻ. ഇനി വേറൊരു ടൈപ്പ് ഡൊണേഷൻ ഉണ്ട്, ജനറൽ ഡൊണേഷൻ. What is mean by general donation? It is a donation which is received not for some specific purpose. ഇതിന് സ്പെസിഫിക് പർപ്പസ് അല്ല, ജനറൽ ആയിട്ട് ഒരു എമൗണ്ട് ആണ്. അത് നമുക്കപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഡൊണേഷൻ ബിഗ് എമൗണ്ട്, സ്മോൾ എമൗണ്ട്, അതിന് മൂന്ന് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബിഗ് എമൗണ്ടും ഉണ്ടാവും, സ്മോൾ എമൗണ്ടും. അപ്പോൾ ഈ ജനറൽ ഡൊണേഷൻസ് വന്നുണ്ട്, അത് നമുക്ക് ഏതിനു വേണ്ടിയിട്ടും അലോക്കേറ്റ് ചെയ്യാം. ആ പൈസ സ്പെസിഫിക് ഡൊണേഷൻസ് അങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തോന്നിയ ഇഷ്ടമുള്ള ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ലെഗസി ഈസ് എമൗണ്ട് വിച്ച് ഈസ് റിസീവ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ. എന്താണ്? അയാൾ മരിച്ചുള്ള വില്ല്. അങ്ങനെ വില്ല് ഡിസീസഡ് പേഴ്സൺ, ഡിസീസഡ് പറഞ്ഞാൽ മരിച്ചത്, ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ട്, വില്ലിൽ എഴുതിയിട്ടുണ്ട് ഇന്നൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന ഇവർക്ക് ഇത്ര രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ലെഗസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇത് എന്തായിട്ട് കൊടുക്കുന്നത്? ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. സെയിൽ ഓഫ് എ ഓൾഡ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്. ഇതൊക്കെ എന്ന് പറയുന്നത് സ്പോർട്സ്, പല പല പീരിയോഡിക്കൽസ്, പല പല വനിത, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പീരിയോഡിക്കലുണ്ട്. ഇപ്പോൾ സാമ്പത്തികത്തിലാണ്, സാമ്പത്തികം എന്ന് പറയുന്നത് ധനം എന്ന് പറഞ്ഞ പീരിയോഡിക്കൽ, ഗൃഹലക്ഷ്മി, പിന്നെ കളിക്കുടുക്ക, അതുപോലെ തന്നെ ബാലരം, ലൈബ്രറിയിലായിട്ട് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ പീരിയോഡിക്കൽസ് ഇങ്ങനത്തെ പീരിയോഡിക്കൽ, ട്രാവലറിലാണെങ്കിൽ ട്രാവൽ, അങ്ങനെ കുറേ പീരിയോഡിക്കൽസ് ഉണ്ട്. ഈ പീരിയോഡിക്കൽസ് ഒക്കെ വിൽക്കുന്നതിന്, പഴയ പീരിയോഡിക്കൽസ് വിൽക്കുന്നതിന് അവർക്ക് പൈസ കിട്ടുകയാണ്. ആ പൈസ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ റെസിപ്റ്റ്, എന്താ പറയുക, അതിനാണ് അത് പറയുന്നത്. അതൊക്കെ ഒരു വരുമാനമാണ്, അല്ലെങ്കിൽ അതൊരു റെസിപ്റ്റ് ആണ്, ഇതിനകത്ത് പൈസ കിട്ടും. ഇനി നമുക്ക് ചിലവാണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് ചിലവാണ്. പേയ്മെന്റ് ഓഫ് ഹോണറേറിയം. പേയ്മെന്റ് ഓഫ് ഹോണറേറിയം പറഞ്ഞാൽ ദിസ് ഇസ് ആൻ എമൗണ്ട് പെയ്ഡ് ടു എ പേഴ്സൺ ഹു ആർ നോട്ട് ആൻ എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻ ബട്ട് ടേക്ക് പാർട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ. നോക്കിക്കോ, റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദിസ് ഇസ് കോൾഡ് ഹോണറേറിയം. അപ്പോൾ നോക്കണം, ഇത് എംപ്ലോയീസ് അല്ല, പക്ഷേ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് അവിടെ കാര്യങ്ങൾ ഒരു അത്യാവശ്യം അവർ നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. പല ഇതിൽ ഓർഗനൈസേഷനിൽ നോക്കിയാൽ കാണുക. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരെ, എന്തിന് നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കാനും ഇതിനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ നടത്തുക. അപ്പോൾ അതിനൊക്കെ ഉണ്ടാവും. പിന്നെ പർച്ചേസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് പല പല ഇപ്പോൾ പേയ്മെന്റ് റെഗുലറി നോട്ട് ഓഫ് ഓർഗനൈസേഷൻ. സപ്പോസ് ഒരു എത്തിങ്ങാനാണ് വിചാരിച്ചു, ഒരു ഓർഗനൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ദിവസം മേടിക്കുന്ന സാധനങ്ങളുണ്ടാവും. അതൊക്കെ എന്താണ്? കൺസ്യൂമബിൾ ഐറ്റം, ഡെയിലി നമുക്ക് യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾ. ഓക്കെ ഉണ്ടോ? സ്റ്റേഷനറി, എന്തൊക്കെ ഇതിൽ വരുന്നത്? സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽ, സ്പോർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡ്രഗ്സ്, മെഡിസിൻ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ്, മെഡിസിൻ, സോ അതൊക്കെ പർച്ചേസ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് പേയ്മെന്റ് എങ്ങനെയാണ്? അറ്റ് ഫസ്റ്റ് ദ ക്യാഷ് ബാലൻസ് ഓഫ് ക്യാരി ഫോർവേഡ്. ഫസ്റ്റ് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് എഴുതുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുക? റെസീപ്റ്റ്സും ജസ്റ്റ് വേണമെങ്കിൽ വായിക്കാം. ഫസ്റ്റ് എന്താ? ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് എഴുതുക. ഓക്കെ, ഡെബിറ്റ് സൈഡ്. എന്നിട്ടോ ഇൻ കേസ് ഓഫ് ദ ഓവർ ഡ്രാഫ്റ്റ് ബിഗിനിങ് ഓഫ് ദ ഇയർ ദ എൻ്റർ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് സൈഡ്. എപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ, അല്ലേ, ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് അതിനർത്ഥം എന്താ? അവിടെ ഒരു പോസിറ്റീവ് ബാലൻസ് ആണ് ക്യാഷിലും ബാങ്കിലും ഉള്ളത്.
ചിലപ്പോൾ ബാങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാവും? ക്രെഡിറ്റ് സൈഡിലാവും. മനസ്സിലാവും? കാരണം അത് ലയബിലിറ്റി ആണ്, അങ്ങനെ ക്രെഡിറ്റ് സൈഡിൽ വരാൻ. ഇതേ ഒരു കാര്യം നമ്മൾ ബിസിനസിൻ്റെ ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞത്. പിന്നെ എന്താണ് ദ എമൗണ്ട് റെലവൻറ്റ് ഹെഡ്സ്, ഓരോ പല പല റെസീപ്റ്റ്സ്, സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, പല പല സാലറി, റെന്റ് അതുപോലത്തുള്ള റെസീപ്റ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. നമുക്ക് വന്ന പേയ്മെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മളത് ടാലി ചെയ്തിട്ട് ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് എഴുതും. അതാണ് ഇത്രയും കാര്യങ്ങളിലൂടെ പറയുന്നത്. ഇനി അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കോ, സ്റ്റുഡൻറ് ഹാസ് പ്രിപ്പയർഡ് ദ ഫോളോയിങ് റെസിപ്റ്റ്സ്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇവിടെ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്താണ്. ഇതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കും. ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആണ്, വേജ് കറക്റ്റ് ആണ്. അല്ല, വേജ് ഇവിടെ അല്ല വേണ്ടത്, വേജ് ഇപ്പുറത്തല്ല വേണ്ടത്, കാരണം വേജ് ഇങ്ങോട്ട് പൈസ പോയാലോ. പിന്നെ എൻട്രൻസ് ഫീസ് പുറത്താണ് വേണ്ടത്. സെയിൽസ് ഓൺ ന്യൂസ് പേപ്പർ ഇപ്പുറമാണ് വേണ്ടത്, ഡെബിറ്റ് സൈഡാണ്, കാരണം ഡെബിറ്റ് സൈഡ് പൈസ കിട്ടിയതൊക്കെ. പർച്ചേസ് ഓഫ് ബുക്ക് അവിടെ കറക്റ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ബാലൻസ്. ടെലിഫോൺ ചാർജ് അവിടെ തന്നെ. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് മോസ്റ്റ് ഒക്കെ ഇവിടെ വേണം. ഓക്കെ, ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്, അത് നമ്മളോട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പറഞ്ഞു. ഇനി receipts and payment account, cash book. You have learned about the cash book and receipts and payment. നമ്മൾ cash book എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. receipts and payment അക്കൗണ്ടും എന്നാണുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. You have household receipts and account പ്രിപ്പയർ ചെയ്ത് നോക്കടാ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കിനുള്ള ഡിഫറൻസ്. ചെറിയ ഡിഫറൻസ്. ഒന്ന്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യണം. ഒരു വർഷത്തിൻ്റെ അവസാനമാണ് റെസിപ്റ്റ് എത്ര കിട്ടി, അതുപോലെ തന്നെ പേയ്മെന്റ് എത്ര ആയി എന്നുള്ളത് നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനമാണ് കിട്ടുക. ഇനി ക്യാഷ് ബുക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ബേസിസ് ഓരോ ദിവസവും അന്നത്തെ എഴുതും ക്യാഷ് ബുക്കിൽ. ആൻഡ് ഐറ്റം അപ്പിയേഴ്സ് ഓൺലി വൺ. കാരണം നമ്മളിപ്പോൾ എഴുതാണ് സബ്സ്ക്രിപ്ഷൻ എഴുതുക വെച്ചാൽ ആ വർഷത്തിൽ ഫുൾ സബ്സ്ക്രിപ്ഷൻ കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതുക, മനസ്സിലായി. പക്ഷെ ഡേ ടു ഡേ ബേസിസിലാവുമ്പോഴോ നമ്മളെല്ലാം എന്ത് ചെയ്യും, അന്നത്തെ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നത്. ഐറ്റം അപ്പിയേഴ്സ് നമ്പർ ഓഫ് ടൈംസ് ഡിഫറൻസ് ഡേറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒക്കറൻസ്. എത്ര സമയമാണ് ഇപ്പോൾ ഇന്നൊരാൾ സബ്സ്ക്രിപ്ഷൻ വന്നാൽ അത് നമ്മൾ ഇന്ന് ക്യാഷ് ബുക്കിൽ എഴുതും, നാളെ വേറെ ആൾ വന്നാൽ ആ സബ്സ്ക്രിപ്ഷൻ നമ്മൾ വീണ്ടും എഴുതും. പക്ഷേ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഒക്കെ ഉണ്ട്, എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഒറ്റ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഹെഡിൽ എഴുതും. മനസ്സിലാവുന്നുണ്ട്? ദാറ്റ്സ് എ ഡിഫറൻസ്. പിന്നെ ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ് ടു പ്രിപ്പയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുള്ളത്, അതുപോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മീനിങ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. പക്ഷേ ക്യാഷ് ബുക്ക് നമ്മൾ എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു റിഫ്ലക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇതിൽ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. ഇറ്റ് ഈസ് ഓൺലി ദ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ക്യാഷ് ട്രാൻസാക്ഷൻ. പക്ഷേ ക്യാഷ് ബുക്ക് എന്തിനാണ്? ഡേ ടു ഡേ ക്യാഷ് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺലി ബൈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? അത് NPOs മാത്രമേ ഉള്ളൂ, നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. മറ്റുള്ള ആരെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. പക്ഷേ ഇതോ ക്യാഷ് ബുക്കോ അത് രണ്ടാളും പ്രിപ്പയർ ചെയ്യണം. ആരൊക്കെ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യണം, അല്ലാത്ത ആൾസോ പ്രിപ്പയർഡ് ബൈ ബിസിനസ് ഓണർ. രണ്ടാളും ക്യാഷ് ബുക്ക് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതാണ് എന്ത് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ക്യാഷ് ബുക്ക് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തത് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് വായിച്ചേക്കാം. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൻ ബിലോ, താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എന്നത് 31 മാർച്ച് 2023. 2023 ഡിസംബർ 31. ഇവിടെ നോക്കാം, അവർ യൂസ് ചെയ്തിരിക്കുന്നത് കലണ്ടർ ഇയർ. സോ അന്നത്തെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? പേയ്മെന്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതായത് ആ വർഷത്തിന്റെ തുടക്കം. ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ട്? കയ്യിൽ 1650 രൂപ ഉണ്ട്. ബാങ്കിൽ എത്ര ഉണ്ട്? 18,250 ഉണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസ് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എൻട്രൻസ് ഫീസ് അറിയാം, ഡൊണേഷൻ, സാലറി. സാലറി എന്ന് പറയുന്നത് എന്താ?
എക്സ്പെൻസ് ആണ്. അതൊന്ന് ജസ്റ്റ് നോക്കി. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. പക്ഷെ ഇതൊക്കെ ഈ വരുമാനം. ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻസ് ആണ്. സെയിൽ ഓഫ് ഓൾഡ് ഈ വരുമാനമാണ്. പക്ഷെ അങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ബൈസിക്കിളും പല പല കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിട്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, ക്ലോസിംഗ് ബാലൻസ്. ആ വർഷം അവസാനിക്കുമ്പോൾ കയ്യിൽ എത്ര ഉണ്ട്? 1510 രൂപ ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്കിൽ എത്ര ഉണ്ട്? 20,000 രൂപയുണ്ട്. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ എങ്ങനെയാണ് അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ബാലൻസ് ചെയ്യും. ഓപ്പണിംഗ് ബാലൻസ് എല്ലാം എഴുതുന്നത് ഇവിടെ ബാലൻസ് ബ്രോഡ് ഔട്ട് നമ്മൾ ലെഡ്ജറിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതേ വെറുതെ എഴുതുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ട്? 1650. ക്യാഷ് അറ്റ് ബാങ്ക് എത്ര ഉണ്ട്? 18,250. ഈ റെസിപ്റ്റ്സ് നമ്മൾ ഓരോന്നായിട്ട് എഴുതും. എൻട്രൻസ് ഫീസ് എഴുതി, ഡൊണേഷൻസ് എഴുതി. ഓക്കെ, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അത് എഴുതിയാലോ, സബ്സ്ക്രിപ്ഷൻ എഴുതി, എൻട്രൻസ് എഴുതി, ഡൊണേഷൻ എഴുതി, സെയിൽ ഓഫ് ഓൾഡ് അതവിടെ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ അത് എഴുതി. ഓക്കെ, ഒക്കെ ഇവിടെ റെസിപ്റ്റ്സ് എഴുതി. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ലോക്കേഴ്സ് റെന്റ്. ഓക്കെ, അത് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അതെവിടെ? ഒക്കെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ പൈസ ഇങ്ങോട്ട് കിട്ടിയതാണ്. പിന്നെ ലോക്കേഴ്സ് റെന്റ് എന്താ? നമ്മൾ എന്തെങ്കിലും ലോക്കർ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടാവും, ബാങ്കൊക്കെ കൊടുക്കുന്ന പോലെ. സോ അതിന് എന്തെങ്കിലും റെസിപ്റ്റ്സ് വന്നതായിരിക്കും. പിന്നെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിൽ. ഓക്കെ, അതും പൈസ കിട്ടി. പിന്നെ സബ്സ്ക്രിപ്ഷൻ, ലൈഫ് മെമ്പർഷിപ്പ്, അപ്പോൾ എല്ലാം എഴുതി. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എഴുതി, ലൈഫ് മെമ്പർഷിപ്പ്, പിന്നെ ഓക്കെ എത്ര. ഇനി എക്സ്പെൻസസ് എഴുതുക. ജസ്റ്റ് ആണ് എന്ത് ചെയ്താൽ മതി, പൈസ ഇങ്ങോട്ട് വന്നത്, പൈസ റെസീപ്റ്റ് ചെയ്തതൊക്കെ ഇവിടെ എഴുതി. നമ്മളിവിടെ ഹെഡിങ് തന്നെ റെസീപ്റ്റ്സ് എന്നാണ്, അപ്പോൾ ഹെഡിങ് ഇങ്ങോട്ട് പൈസ വന്ന് എഴുതുക. ഇനി പേയ്മെന്റ്സ് എന്താ വരിക? സാലറീസ്. നമുക്ക് പേയ്മെന്റ്സ് ആണെങ്കിൽ വേറൊരു കളറിൽ ചെയ്യും. സാലറീസ്, സ്റ്റേഷനറി, ഇൻഷുറൻസ് പ്രീമിയം. എന്താ താഴെ സാലറി, സ്റ്റേഷനറി, ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് എഴുതുക. പിന്നെ പർച്ചേസ് ഓഫ് ബുക്സ് അത് എഴുതി, പർച്ചേസ് ഓഫ് ബൈസിക്കിള്, റെന്റ് പെയ്ഡ്, ഗവൺമെന്റ് എല്ലാം നമ്മൾ എഴുതും. പർച്ചേസ് ഓഫ് ബുക്സ്, ബൈസിക്കിള്, റെന്റ് പെയ്ഡ്, പർച്ചേസ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എന്താ ക്യാഷ് എല്ലാം തന്നിട്ടുണ്ടാണ് എഴുതിയത്. ഹത്തം ചെയ്ത ഇല്ലസ്ട്രേഷൻ 2 എന്ന് നോക്കിയാലോ. ഇല്ലസ്ട്രേഷൻ 2ലും നമ്മളാണ്ട് ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, ക്യാഷും ബാങ്ക്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ക്യാഷ് അറ്റ് എൻഡ്, വർഷത്തിന്റെ അവസാനം എത്ര രൂപ ഉണ്ട്. ഒന്നുമല്ല, നേരത്തെ പോലെ തന്നെ നമ്മൾ ഹെഡിങ് എപ്പോഴും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2014. ഓക്കെ, ഇവിടെ നോക്കി ഏതാണ് കമ്പനി എന്നൊന്നും പറഞ്ഞിട്ടില്ല. റൈസി ഫൺ ക്ലബ് ആണ് ആണെങ്കിൽ, അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്താം. എന്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്ത് റെസി ആൻഡ് ക്ലബ് ഏതാ ക്ലബ് കേട്ടോ. നേരത്തെ അതേപോലെ തന്നെ വീണ്ടും പറയുന്നില്ല. ഇവിടെ വേറൊരു കാര്യം വന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേണ്ട പല പല ഇയറിൽ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, അത് അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, എൻട്രൻസ് ഫീസ് ഇവിടെ ഇപ്പോൾ പൈസ ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നു, പൈസ പോലൊക്കെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, നമ്മുടെ ക്യാഷ് ഉണ്ട്. ലാസ്റ്റ് രണ്ട് കണ്ടോ, ഇത് ഒക്കെപ്പാടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടാലി ആവാന്ന് പറയുന്നത് കണ്ടു. ഇത് നിങ്ങൾ ചെയ്യൂലടാ, ഞാനിപ്പോൾ ഒന്നും ചെയ്തു തന്നില്ല, നിങ്ങൾക്ക് ചെയ്തുകൂടാ. നിങ്ങളല്ലേ നിങ്ങൾ ബാച്ചിലെ ചോദിച്ചു. ഇത് ജസ്റ്റ് പറയുന്നത് സെയിൽ ഓഫ് ബാച്ച്, പ്രിന്റിങ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കാണാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളിത് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് എന്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്. അപ്പം അത് കഴിഞ്ഞു. ഓക്കെ, ടെർമിനൽ എക്സസൈസ്, ആൻസർ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതോടുകൂടി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് നിങ്ങളൊക്കെ എന്തൊക്കെ പഠിച്ചു? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ മൂന്നെണ്ണമാണ് ആരും പ്രിപ്പയർ ചെയ്യുന്നത്, NPOs കിട്ടും. ഓക്കെ, അപ്പോൾ NPOs എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതെന്താണ്ടാവുക? സ്കൂള്, പല പല കാര്യങ്ങളാണ് പറഞ്ഞത്. സ്കൂള്, ക്ലബ്ബ്, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ടാവും. ഇവരൊക്കെ എന്ത് ചെയ്യും? NPOs ആയിരിക്കും. അവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിങ്. അതുപോലെ വേറൊന്ന് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത് നമുക്ക്
നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്നൊരു പോർട്ടൽ ഇവിടെ നമുക്ക് 3 അക്കൗണ്ടുണ്ട് കാര്യങ്ങളൊക്കെ. സോ അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു യൂണിറ്റ്